ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി ഡേയ്സ് ഇറീസ്. നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ രാഹുൽ സദാശിവൻ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. ഇതൊരു ടിപ്പിക്കൽ ഹൊറർ മൂവിയാണ്. അത്യാവശ്യം ഹൊറർ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം രാഹുൽ സദാശിവനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹത്തിന് ആദ്യ പടം റെഡ് ട്രെയിനാണ്. അത് കഴിഞ്ഞിട്ട് ഭൂതകാലം ചെയ്തു, പിന്നെ ഭ്രമയുഗം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരു ഹൊറർ ജോണർ ടിപ്പിക്കൽ കൈകാര്യം ഒരു അടിപൊളി ഡയറക്ടറായിട്ട് തന്നെ പറയാം. ഇതിൻ്റെ പടങ്ങളെല്ലാം ഒരു വെറൈറ്റി രീതിയിലുള്ള ഹൊററാണ്. ഇപ്പോൾ ഭൂതകാലം എടുത്ത് നോക്കിയാലും നമ്മൾ ഒരു ടിപ്പിക്കൽ അങ്ങനെ ഒരു പ്രേതത്തിനെ മുഖം കാണിക്കുമോ, അല്ലെങ്കിൽ ഒരു പ്രേതത്തിനെ നമ്മുടെ ഈ ക്യാമറ ഫ്രണ്ടിൽ കൊണ്ടുവരണമെന്നൊന്നുമില്ല. ടിപ്പിക്കൽ സൗണ്ടും ലൈറ്റും ഒക്കെ വെച്ചിട്ടുള്ളൊരു പേടിപ്പിക്കൽ പരിപാടിയാണ് പുള്ളി ഇവിടെ ഈ സിനിമയ്ക്കകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിലുള്ള സിനിമ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി എനിക്ക് അടിപൊളിയായിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ സൗണ്ട് കൊള്ളായിരുന്നു. ആരാണ് സൗണ്ട് ചെയ്തത്, സൗണ്ട് കൊള്ളായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഹൊറർ സിനിമ കാണുന്നവർക്ക് എന്താണ് ഇഷ്ടപ്പെടാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. എല്ലാം തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പേടിപ്പിക്കാൻ പറ്റിയ എലമെൻറ്റ്സ് ഒക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട്. നല്ലൊരു ഇതായിട്ട് തന്നെ എനിക്ക് തോന്നി. പിന്നെ പറയാനാണെങ്കിൽ നല്ല രീതിയിൽ പേടിപ്പിക്കുന്ന ടിപ്പിക്കൽ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ പ്രണവ് മോഹൻലാൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ പോലത്തെ ഒരു അഭിനയമൊന്നുമില്ല. നല്ല രീതിയിൽ പുള്ളി ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള പുള്ളിയുടെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. തന്നെ സിനിമ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. പിന്നെ പറയാനാണെങ്കിൽ ഇനി സിനിമ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ കഥ ഇച്ചിരി കൂടി ഒന്ന് ഉഷാറാക്കി കൊണ്ടുപോകാമായിരുന്നു. അതേ ഉള്ളായിരുന്നു. ബട്ട് ഒരു പ്രേത സിനിമ എന്ന നിലയിൽ അത്ര വലിയ വിരസമായിട്ടൊന്നും തോന്നിയില്ല. കഥയും കൊള്ളായിരുന്നു. എന്നാലും മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത തിയേറ്ററിലാണ്. കണ്ടിട്ട് അഭിപ്രായം നിങ്ങളെൻ്റെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. എല്ലാവർക്കും ബൈ.